ഹലോ മക്കളെ, മണി ആൻഡ് ക്രെഡിറ്റിലെ അടുത്തൊരു ഭാഗമാണ് ക്രെഡിറ്റ്. ഓക്കെ, ക്രെഡിറ്റ് നമുക്കറിയാം ലോണാണ്. നമുക്കറിയാം നമ്മളൊരു സാധനം ഒരാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയും. നോക്കി, അതിന് രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, എന്താ പറയുന്നത്? ഒന്ന് പോസിറ്റീവ് ആണ്, രണ്ട് നെഗറ്റീവ് ആണ്. ഓക്കെ, എന്താ ഇത്രയും പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്? ഈ ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്മയല്ലേ ഉണ്ടാവുള്ളൂ സാർ? നമുക്ക് അങ്ങനെയല്ല. എന്താണ്? രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. എന്താ മക്കളെ? രണ്ട് സിറ്റുവേഷൻ ആണ്. അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ നോക്കിയേ, ടു മീറ്റ് ദ പ്രൊഡക്ഷൻ എക്സ്പെൻസസ് വെൻ ദ പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റ് ദെൻ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഏർണിംഗ്സ് വിൽ ഇൻക്രീസ്. എന്താ പറയുന്നത്? നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുന്നുണ്ട് മക്കളെ? നമ്മൾ ലോൺ എടുക്കും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നില്ല തുടക്കത്തിൽ തന്നെ, അല്ലേ? നമ്മൾ ആ പൈസ പോയിട്ട് നമ്മൾ ലോൺ എടുക്കും. ലോൺ എടുത്ത എമൗണ്ട് കൊണ്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾക്ക് എന്താ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും? പോസിറ്റീവ് കണ്ടീഷനാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഏർണിങ്സ് കിട്ടാൻ തുടങ്ങും, പ്രോഫിറ്റ് ഉണ്ടാവാൻ തുടങ്ങും. ഓക്കെ, അതെന്താണ്? ഒന്നാമത്തെ കണ്ടീഷനാണ് ഹാപ്പി, ചിരിക്കണ ഫേസ്. ഓക്കെ, അതിനുശേഷം നോക്കിയ മക്കളെ, രണ്ടാമത്തെ കണ്ടീഷനാണ് നമുക്കിവിടെ കുറച്ച് സാഡ് ആയിട്ടുള്ള കണ്ടീഷൻ. എന്താണ്? നമ്മുടെ സ്വപ്നയുടെ കേസ് പറയുന്ന പോലെ, അല്ലേ? നമ്മളെന്താണ് ടെക്സ്റ്റ് ബുക്കിൽ സ്വപ്നയുടെ കേസ് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു സാധനം. എന്താണ്? നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോൺ എടുത്തു. പക്ഷെ നമ്മൾ ബിസിനസ് എന്ത് ചെയ്തു? നമ്മൾ വിചാരിച്ചത്ര വളർന്നില്ല, നമുക്ക് നഷ്ടം സംഭവിച്ചു. ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ലോൺ എടുക്കുകയാണ്. അങ്ങനെ ലോൺ എടുത്ത് വീണ്ടും നമ്മൾ നഷ്ടപ്പെടുത്തു. ഓക്കെ, അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു മക്കളെ? നമ്മൾ ഡെറ്റ് ട്രാപ്പിലേക്ക് പോവാണ്. എന്തിലേക്ക് പോവാണ്? ഡെറ്റ് ട്രാപ്പിലേക്ക് പോവാണ്. ഓക്കെ, ഡെറ്റ് ട്രാപ്പിലേക്ക് നമ്മൾ വീണ്ടും പോവാണ്. അത്രയേ ഉള്ളൂ മക്കളെ. എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യം? നിങ്ങൾ നോക്കുക. ഡെറ്റ് ട്രാപ്പിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്? കടക്കണിയിൽ പെട്ടുപോകുന്ന പറയുക, അല്ലേ? അങ്ങനെ സംഭവിച്ചാൽ അത് നെഗറ്റീവ് എഫക്റ്റ് ചെയ്യും നമ്മളെ മാനസികമായിട്ട്, ഫിസിക്കലായിട്ട്. അവസാനം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ പോകേണ്ട ഓരോ കണ്ടീഷനിലേക്കൊക്കെ ചിലപ്പോൾ എത്തിയെന്ന് വരാം. നോക്കി, അപ്പോൾ രണ്ട് കണ്ടീഷനാണ് ക്രെഡിറ്റിനുള്ളത്. എല്ലാ കൊല്ലവും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഭാഗമാണ് എന്താ? ഈ രണ്ട് കണ്ടീഷൻ, ക്രെഡിറ്റ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഒന്ന് ഹാപ്പി ആണെങ്കിൽ, ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ, രണ്ടാമത്തത് നെഗറ്റീവ് ആണെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. രണ്ട് കണ്ടീഷനാണുള്ളത്. രണ്ട് കണ്ടീഷൻ മക്കൾക്ക് കൃത്യമായിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് എന്താ പറ്റും? എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ തന്നെ എടുത്തോ. ഓക്കെ, സ്വപ്നയുടെ എക്സാമ്പിൾ വേണമെങ്കിൽ സ്വപ്നയുടെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, എന്താണ് പോസിറ്റീവ് എക്സാമ്പിൾ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ തന്നെ എടുത്തോ, കുഴപ്പമില്ല. എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാവുന്നേ ഉള്ളൂ, അല്ലേ? ഐഡിയാസ്. എന്താണ്? ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ് പൊട്ടിപ്പോയി, അത് നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ഡെറ്റ് ട്രാപ്പിലേക്ക് പോയി. നേരെ തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യുക? അയാൾ നന്നായിട്ട് നല്ല ഡെവലപ്പൊക്കെ ആയി, അയാൾക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു പേരൊക്കെ ഇട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ എഴുതിക്കാം. എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതണമെന്നുണ്ടോ മാർക്ക് മേടിക്കാൻ? ഇല്ല, അല്ലേ? എന്ത് ചെയ്യാം? നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ രണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ട് സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് എഴുതാൻ പറ്റില്ലേ? പറ്റണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് രണ്ട് കോൺസെപ്റ്റ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ.